ഹായ് ഓൾ, കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ആക്കുന്നത്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ വിങ്സ് എങ്ങനെ മേക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ഈ ഒരു സാധനം പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നതെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. ഓരോ ക്ലയൻസും അവരുടെ ഫ്രോക്കിന് മാച്ചിങ് ആയിട്ടുള്ള വിങ്സ് നമ്മളോട് ചെയ്യാൻ പറയാറുണ്ട്. അതിൻ്റെ റീസൺ നമ്മൾ ഷോപ്പിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് മേടിക്കുന്ന വിങ്സും നമ്മൾ ചെയ്തെടുക്കുന്നതും തമ്മിൽ ടോട്ടലി ഡിഫറൻസ് ഉണ്ട്. അത് കണ്ടാൽ തന്നെ നമുക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഈ ഒരു വിങ്സ് നിങ്ങൾ നോക്കിയേ, ഇതിലുള്ള ഫാബ്രിക് ഫുള്ളായിട്ട് നമ്മൾ മാറ്റുകയാണ്. പണ്ട് നമ്മൾ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സോക്സ് ടൈപ്പ് മെറ്റീരിയലാണ് ഈ റെഡിമെയ്ഡിൽ വന്നിട്ടുണ്ടാവുക. അതിൽ എക്സ്ട്രാ വർക്കും കാര്യങ്ങളും ഒന്നും വന്നിട്ടുണ്ടാവില്ല, ജസ്റ്റ് കുറച്ച് ഗ്ലിറ്റർ മാത്രം സ്പ്രെഡ് ആക്കിയിട്ടുണ്ടാവും. അതൊക്കെ മാറ്റിയിട്ട് ഇതാ ഞാൻ നെറ്റിൻ്റെ ക്ലോത്ത് ഇപ്പോൾ ഇവിടെ 2 മീറ്ററോളം എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു വിങ്സിന് വേണ്ടിയിട്ട് 2 മീറ്റർ ആവശ്യം വന്നിട്ടില്ല. 1.5 മീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇത് ചെയ്യാൻ പറ്റും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇത് അത്യാവശ്യം വിത്തും ലെങ്ത്തൊക്കെ വരുന്നൊരു ക്ലോത്ത് ആയിരുന്നു. സാധാരണ ഞാൻ ഈ ഒരു വിങ്സ് മേക്ക് ചെയ്തെടുക്കാൻ 2 മീറ്റർ നെറ്റിൻ്റെ ക്ലോത്ത് എടുക്കാറുണ്ട് കേട്ടോ. കുറച്ച് ടൈമൊക്കെ എടുത്ത് നല്ല ക്ഷമയോട് കൂടി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് കേട്ടോ ഇത്. വീഡിയോയിൽ കാണുമ്പോൾ തോന്നും ഭയങ്കര സിമ്പിളായിട്ട് ഇത് ചുറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത്. അങ്ങനെയല്ല, ഇത് നല്ല ക്ഷമയോട് കൂടി തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ഭാഗം ഇങ്ങനെ പൊങ്ങി വൃത്തികേടായിട്ട് തന്നെ കിടക്കും കേട്ടോ. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് എക്സ്ട്രാ കട്ട് ചെയ്തിട്ട് അത് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് ചുറ്റി കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ മക്കളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്കൊക്കെയാണ് ഇങ്ങനത്തെ വിങ്സൊക്കെ ഓർഡർ അധികം വരാറുള്ളത് കേട്ടോ. അവരതൊക്കെ ഇട്ട് നിൽക്കുന്ന ഫോട്ടോഷൂട്ട്സൊക്കെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഇനി ഇതെങ്ങനെ ഫ്രോക്കിൽ അറ്റാച്ച് ചെയ്യാന്നുള്ളതെന്നും കൂടി പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു എലാസ്റ്റിക്കിൻ്റെ ബാൻഡും കൂടെ റെഡിമെയ്ഡിൻ്റെ കൂടെ വരുന്നുണ്ടാവും. അത് ഞാനിതിൽ ജസ്റ്റ് വെച്ചിട്ട് ഒന്ന് ഫുള്ളാക്കിയിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ ഞാൻ വലിയ ടൈപ്പിൽ വരുന്ന പിന്നും കൂടെ ഇതിൻ്റെ ബാക്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ആ ഒരു ബാൻഡ് ഷോൾഡർ കൂടെ ഇട്ടിട്ടാണ് സാധാരണ നമ്മൾ ഈ ഒരു വിങ്സ് സെറ്റ് ചെയ്യുക. പക്ഷേ ചില കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിനേക്കാളും ഒന്നും കൂടെ കാണാനും ഫിനിഷിങ് ഉണ്ടാവുക ബാക്കിൽ ആ പിൻ വെച്ച് കൊടുക്കുന്നത് തന്നെയാണ്. ഇനി നമുക്കത് നന്നായിട്ട് അവിടെ ഫിക്സായി നിൽക്കാൻ വേണ്ടിയിട്ട് നീഡിലും ത്രെഡും വെച്ചിട്ടൊന്ന് ടൈറ്റാക്കിയിട്ട് തുന്നി കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് പ്രോസസ്സ് കുറച്ച് ബട്ടർഫ്ലൈസും ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിനായിട്ട് ഈ സോൾഡറിങ് മെഷീനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ മുന്നേ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. തൊട്ടടുത്തുള്ള നമ്മുടെ സ്റ്റിച്ചിങ് ആക്സസറീസൊക്കെ കിട്ടുന്ന ഷോപ്സിലൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഒട്ടുമിക്ക ഓൺലൈൻ സൈറ്റ്സിലും ഇത് അവൈലബിൾ ആണ്. പ്രൈസ് ഒന്നും എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പിന്നെ ഇതിന് യൂസ് ചെയ്യുന്ന മോൾഡ് ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ട് ലാസ്റ്റ് എനിക്കൊരു ഓൺലൈൻ പേജിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇതിൽ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് ഈ മോൾഡിൽ. നെക്സ്റ്റ് കട്ട് ചെയ്ത ഓരോ പാറ്റേൺസും ഈ ഒരു പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് ഇതിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു പിന്നും അവൈലബിൾ ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ പഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് സെക്യൂർ ആയിട്ട് തന്നെ അവിടെ നിന്നോളും. ഇതാണ് നമ്മുടെ വിങ്സിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.